വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയാണ്. പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ആഭ്യന്തരവും വിജിലൻസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തരം, അങ്ങനെ വേണം പറയാൻ. അങ്ങനെയാണ് സാധാരണ ഈ അധികാര വികേന്ദ്രീകരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ അധികാരം ഭാഗം വയ്ക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാറുള്ളത്. വിജിലൻസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തരം കൈകാര്യം ചെയ്യുവാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയാണ്, അവസാനമായി ലഭ്യമായ വിവരങ്ങളനുസരിച്ച്. അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഗവർണർക്ക് ഇതൊരു ഔദ്യോഗിക പട്ടികയായി നൽകി ഇന്ന വകുപ്പായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്ന തരത്തിലുള്ളൊരു പട്ടിക നൽകി ഗസറ്റ് വഴി പബ്ലിഷ് ചെയ്ത് ഔദ്യോഗിക വിജ്ഞാപനം വന്നാൽ മാത്രമേ ഇതിനൊരു ഔദ്യോഗിക സാധൂകരണം വരികയുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള വിവരങ്ങളനുസരിച്ച് രമേശ് ചെന്നിത്തലയായിരിക്കും ആഭ്യന്തരം വിജിലൻസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നത്. അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നടന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രമേശ് ചെന്നിത്തലയെ പോലെ കോൺഗ്രസിൽ പ്രവർത്തന പരിചയമുള്ള, ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്ത് മന്ത്രിയായിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന, ദേശീയ തലത്തിൽ വരെ പ്രവർത്തന പരിചയമുള്ളൊരു നേതാവിന് ഒരു അർഹിക്കുന്ന സ്ഥാനലബ്ധി എന്നുള്ളതിനപ്പുറം, അർഹിക്കുന്ന സ്ഥാനലബ്ധി എന്നുള്ളത് കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ ഒരു മാനദണ്ഡമോ അളവുകോലോ വെച്ച് അളന്ന് പറയുന്നതല്ല. കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തന പരിചയം വെച്ച് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു സ്ഥാനലബ്ധിക്ക് അപ്പുറം ഇതിന് ചില പ്രത്യേകതകളുണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ, പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ 102 സീറ്റുകളോടെ UDF അധികാരത്തിലെത്തിയപ്പോൾ, അതായത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്ന് UDF അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായ നിമിഷം മുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് വല്ലാത്തൊരു വടംവലി, ഒരു ത്രികോണ മത്സരം നടന്നിരുന്ന സാഹചര്യം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. കാരണം മറവിയിലേക്ക് പോകുവാനായിട്ട് അത്ര പഴയതല്ല. ഇന്നലെ വരെ ആ പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും അതിൻ്റെ അനുരണങ്ങൾ നിലവിലുണ്ട് താനും. അപ്പോൾ KC വേണുഗോപാൽ, V.D. സതീശൻ, രമേശ് ചെന്നിത്തല. ഇതിൽ KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥി, V.D. സതീശൻ മുൻപിൽ നിന്ന് നയിച്ച പ്രതിപക്ഷ നേതാവായി UDFനെ തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ച് അധികാരത്തിലെത്തിച്ച നേതാവ്, രമേശ് ചെന്നിത്തല പ്രവർത്തന പരിചയവും മുതിർന്ന കോൺഗ്രസ് നേതാവും. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ വടംവലി കോൺഗ്രസിൽ അസാധാരണമായ ഒന്നല്ല. കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനും നെഹ്റുവിനും ഇടയിൽ തുടങ്ങി താഴേക്ക് ഇന്നേ കാലം വരെ ഇത് കോൺഗ്രസിൻ്റെ സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. ഉൾപാർട്ടി ജനാധിപത്യമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാവ്യാത്മകമായി പറയാം. പക്ഷേ ഇത്തവണത്തെ ഈ അധികാര വടംവലിയിൽ പ്രശ്നമായത് പുറമേ നിന്നുള്ള മുസ്ലിം ലീഗ് പോലുള്ളൊരു പാർട്ടിയുടെയും ആ മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബൗദ്ധികമായ പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമി എന്ന മതവർഗീയ സംഘടനയുടെയും പിന്തുണയാണ്. ആ പിന്തുണ കൃത്യമായി, ഏകീകൃതമായി, കേന്ദ്രീകൃതമായി ലഭിച്ചത് V.D. സതീശനാണ് എന്നുള്ളതാണ്.